ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണമെന്നാൽ ശരീരത്തിൽ നിന്ന് റൂഹ് മുഴുവനായി പിഴിഞ്ഞു പോകുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. താൻ എത്ര വലിയ ദൂരെയാണെങ്കിലും, താൻ എത്ര വലിയ ഉയരത്തിലാണെങ്കിലും, താൻ എത്ര വലിയ ആഴത്തിലാണെങ്കിലും സമയമായാൽ മരണം പിഴകൊള്ളുക തന്നെ ചെയ്യും. മരണത്തെക്കുറിച്ച് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജ്യം മുഴുവൻ വെച്ചിട്ടുണ്ട്. ശബ്ദാദ് എന്ന് പേരുള്ള രാജാവായിരുന്നു. ആ ശബ്ദാദിനൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നായിരുന്നു ആ ശബ്ദാദിന്റെ ആഗ്രഹം, വിചാരം. അങ്ങനെ ശബ്ദാദിന്റെ രാജാവിന്റെ ചെവിയിലേക്ക് സ്വർഗത്തിനെ കുറിച്ച് കേൾക്കുകയാണ്. അതിലുണ്ട് മുന്തി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കതിലിപ്പഴം തിന്നാനും. അഹങ്കാരവും ധിക്കാരവുമായ ശബ്ദാദ് രാജാവ് പ്രഖ്യാപിക്കുകയാണ്, ഇതല്ല, ഇതിനേക്കാളും വലിയ സ്വർഗീയ കൊട്ടാരം നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയകളോട് പണിയെടുപ്പിക്കുകയാണ്. മുത്തുപോയി മാണിക്യ വൈദൂര്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച സിംഹാസനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾ പണിയെടുപ്പിച്ച് അന്നാൾ വരികയാണ്. തന്റെ സ്വർഗീയ കൊട്ടാരത്തിന്റെ ഉദ്ഘാടന ദിവസം താൻ കാത്തിരുന്ന ദിവസം വന്നപ്പോൾ തന്റെ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശബ്ദാദ് രാജാവ് ആ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ ശബ്ദാദിന്റെ കൈ പിടിച്ചു വലിച്ച് മാറ്റി. അപ്പോൾ ശബ്ദാദ് പറയുകയാണ്, എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, ശബ്ദാദേ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയുമോ ശബ്ദാദ് രാജാവ് എന്ന് ചോദിച്ചപ്പോൾ ആ ശബ്ദാദ് രാജാവ് പറയുകയാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, ശബ്ദാദ് രാജാവേ, എന്നെ കേട്ടോ, ഞാൻ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും റൂഹ് എടുക്കുന്ന മലക്കുൽ മൗത്താണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങെന്തായി വഴി എന്ന് ചോദിച്ചപ്പോൾ ആ മലക്കുൽ മൗത്ത് അസ്രായിൽ പറയുകയാണ്, എന്റെ അവധി അവസാനിക്കുകയാണ്, എന്റെ റൂഹിനെ അല്ലാഹുവിന്റെ സന്ധിയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ശബ്ദാദ് രാജാവ് ചോദിക്കുകയാണ്, അസ്രായിലേ, എനിക്കൊരല്പസമയം തരുമോ അസ്രായിലേ എന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു, അസ്രായിലേ, എനിക്കൊരല്പസമയം തരുമോ അസ്രായിലേ എന്ന് പറഞ്ഞപ്പോൾ ആ അസ്രായിൽ പറയുകയാണ്, ഒരു സെക്കൻഡ് പോലും സമയമില്ല എന്ന് പറഞ്ഞതോടെ ആ ശബ്ദാദ് രാജാവിന്റെ റൂഹ് അവിടുന്ന് ആ സ്വർഗീയ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് ശബ്ദാദ് രാജാവിന്റെ റൂഹ് പിടിക്കുകയാണ്. ശബ്ദാദ് രാജാവ് ആ സ്വർഗീയ കൊട്ടാരത്തിന്റെ പടിവാതിൽ തന്നെ മരിക്കുകയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മരണം എപ്പോഴും സംഭവിക്കാം. എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.